പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിയാവിയെ ആര്യഞ്ചിറ AP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇംഗ്ലീഷിലും കർണാടകത്തിലുമായി എഴുതുന്ന പ്രശസ്തയായ എഴുത്തുകാരിയായ സുധാമൂർത്തിയുടെ നിശബ്ദത ഭഞ്ചിക്കൽ എന്ന കഥയിലെ ഞാൻ എങ്ങനെയാണ് മുത്തശ്ശിയെ വായന പഠിപ്പിച്ചത് എന്ന അനുഭവ വിവരണമാണ് ഞാൻ ഇവിടെ വായനവാരത്തോടനുബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. 12 വയസ്സ് പ്രായമുള്ളപ്പോൾ വടക്കൻ കർണാടകത്തിലെ ഒരു ഗ്രാമത്തിൽ മുത്തശ്ശിയുടെയും കൂടെയായിരുന്നു സുധാമൂർത്തി താമസിച്ചിരുന്നത്. തൻ്റെ അമ്മൂമ്മയെ എങ്ങനെയാണ് സുധാമൂർത്തി വായന പഠിപ്പിച്ചതെന്നും നല്ല വായനക്കാരിയാക്കിയതെന്നുമാണ് ഈ അനുഭവ വിവരണത്തിലൂടെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അക്കാലത്തൊക്കെ ആഴ്ചപ്പതിപ്പ്, മാസിക, പത്രം എന്നൊക്കെ വന്നിരുന്നു. എന്നിവ വരുന്ന ബസ്സിനെ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. മാസികയിൽ ഒരു ഹൃദയസ്പർശിയായ ഒരു നോവൽ ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് വായന അറിയാത്തതിനാൽ സുധാമൂർത്തിയായിരുന്നു മുത്തശ്ശിയെ ആ കഥ വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. സുധാമൂർത്തി ഒളിച്ചു കളിക്കാൻ പോകുമ്പോൾ മുത്തശ്ശി ഇത് കൂട്ടുകാരികളോട് പങ്കുവെക്കുന്നത് സുധാമൂർത്തി കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കല്യാണത്തിന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ടതിനാൽ സുധാമൂർത്തിക്ക് അവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടതായി വന്നു. അപ്പോഴാണ് സുധാമൂർത്തി അവിടെ ഇല്ലാത്ത സമയമാണ് മാസിക വന്നത്. മാസിക വായിക്കാതെ മുത്തശ്ശിക്ക് വിഷമമായി. തിരിച്ചു വന്ന സുധാമൂർത്തി കണ്ടത് കരയുന്ന മുത്തശ്ശിയെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ചെറുപ്പത്തിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റിയില്ല എന്നും നീ ഇവിടെ ഇല്ലാത്ത സമയം മാസിക വന്നെന്നും തനിക്ക് അത് വായിക്കാതെ സങ്കടമായെന്നും നാളെ തന്നെ വായന പഠിച്ചേ പറ്റുമെന്നും മുത്തശ്ശി പറയുന്നു. അപ്പോൾ സുധാമൂർത്തി അവരെ കളിയാക്കി. ഈ പ്രായത്തിൽ വായന പഠിക്കാനോ? പ്രായം ഒരു വിഷയമല്ലെന്നും തനിക്ക് വായന പഠിച്ചേ പറ്റൂ എന്നും മുത്തശ്ശി ഉറപ്പിച്ചു പറയുന്നു. അടുത്ത ദിവസം മുതൽ മുത്തശ്ശി വായന പഠിക്കാനായി തയ്യാറായി. അതിവേഗം തന്നെ അവർ വായന പഠിച്ചു. ഒരിക്കൽ ഒരു ദസറ ഉത്സവത്തിൽ മുത്തശ്ശി സുധാമൂർത്തിയെ വിളിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഒരു ഉടുപ്പ് സമ്മാനമായി നൽകി. എന്നിട്ട് അവളുടെ കാൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പേരക്കിടാവിൻ്റെ കാലല്ല തൊട്ട് വന്ദിച്ചത്, എൻ്റെ ടീച്ചറുടെ കാലടികളാണ് തൊട്ട് വന്ദിച്ചത്. എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറുടെ കാൽ. ഞാൻ ഇന്ന് സ്വതന്ത്രയായി. പ്രായമോ പദവിയോ നോക്കാതെ എന്നെ ടീച്ചറെ തൊട്ട് വന്ദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? തിരിച്ച് സുധാമൂർത്തി വാങ്ങിയ കാശിയത്ര എന്ന നോവൽ മുത്തശ്ശിക്ക് സമ്മാനമായി നൽകി. അതിൻ്റെ പേരും പ്രസാധകൻ്റെ പേരും മുത്തശ്ശി വൃത്തിയായി വായിച്ചു. സുധാമൂർത്തിയുടെ ആദ്യത്തെ വിദ്യാർത്ഥിനി അഭിമാനാർഹമായ രീതിയിൽ വിജയിച്ചതായി സുധാമൂർത്തി മനസ്സിലാക്കുന്നു. ഈ വായനാവാരത്തിൽ ഞാൻ വായിച്ച കഥകളിൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഏറെ സ്പർശിച്ച കഥയാണിത്. ഈ കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി.